ഹായ് ഗൈസ്, ഈ കാണുന്നതാണ് ജഡായുപ്പാറ. ഇത് കൊല്ലം ജില്ലയിലെ ചതയമംഗലത്തിലാണ് ഈ സ്പോട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾ വന്ന ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. 250 രൂപ പ്ലസ് GST ആണ് ഇവിടുത്തെ എൻട്രി ഫീ. ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനത്തെ ഒരു ഡിജിറ്റൽ പേയ്മെന്റും ഇവിടെ യൂസ് ആക്കാൻ പറ്റൂല. ഓൺലി മണി, പൈസ മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ. വേറെ ഒരു ഡിജിറ്റൽ പേയ്മെന്റ് ഇവിടെ നടക്കില്ല. പുറത്തുനിന്നുള്ള ഫുഡൊന്നും ഇവിടെ അലൗഡല്ല. പിന്നെ ഇവിടെ എൻട്രി ഫീക്ക് മാത്രമാണ് 250 പ്ലസ് GST വരുന്നത്. അതല്ലാതെ ഈ പാറന്റെ മുകളിലേക്ക് കയറാന് കേബിൾ കാർ ഉണ്ട്, ഹെലികോപ്റ്റർ ഉണ്ട്, അല്ലാതെ സ്റ്റെപ്പ് വഴിയുണ്ട്. സ്റ്റെപ്പ് വഴിയൊക്കെ കയറുകയെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ എത്തുമ്പോഴത്തേനും ആകെ ക്ഷീണിക്കും. കാരണം 800 സ്റ്റെപ്പുകളാണ് അവിടെ ഉള്ളത്. 200 അടി മുകളിലാണ് ഈ പാറ വരുന്നത്. അതുകൊണ്ട് താഴ്ന്ന് മുകളിലോട്ട് പോകാൻ ഒരു കേബിൾ കാറൊക്കെ ഉണ്ട്. കേബിൾ കാറിൽ ആകെ 6 പേർക്ക് തന്നെ എൻട്രി ഉള്ളൂ. അതിന്റെ ഫീ വരുന്നത് 500 പ്ലസ് ടാക്സ് ആണ്. പിന്നെ ഈ സ്റ്റെപ്പും കേബിൾ കാറും അല്ലാതെ വേറൊരു കിടിലൻ സംഭവം കൂടി ഉണ്ട്, ഹെലികോപ്റ്ററിൽ നമുക്ക് മുകളിലോട്ട് പോവാം. നല്ല ബെസ്റ്റ് വ്യൂ ആയിരിക്കും കാണാൻ പറ്റുക. ഈ ഡ്രോണിലൊക്കെ ഈ പാറിന്റെ ഫുൾ വ്യൂ കാണുന്ന പോലെ നമുക്ക് ഹെലികോപ്റ്ററിൽ ഇരുന്നുകൊണ്ട് നമുക്ക് സൂപ്പറായി കാണാം. ഈ ഹെലികോപ്റ്ററിന്റെ റേറ്റ് പെർ ഹെഡ് 2500 ആണ് വരുന്നത്. ഇതിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 10 ടു ഈവനിങ് 5:30 ആണ്. ഇത് നോർമൽ ഡേയ്സിൽ. അതേസമയം വെക്കേഷൻ ടൈമിലൊക്കെ ആണെങ്കിൽ 6 PM വരെ ഉണ്ട് ടൈം. ഇതിനൊരു പ്രത്യേക ഹിസ്റ്ററി ഉണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അത്ര വല്ലാതെ അറിയില്ല, പക്ഷെ അവിടെ ഒരു ബോർഡിൽ വായിച്ചതിന്റെ ഒരു ഓർമ്മയിൽ ഞാൻ പറയണേ. കാണുമ്പോൾ ഒരു പരിന്തിന്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഇത് കഴുകനാണ്. ഈ സ്ഥലത്തിന് ജഡായിപ്പാറ എന്ന പേര് വരാനുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഹിന്ദുസിന്റെ ഈ രാമായണ ബുക്കിലെ അതിൽ വരുന്ന ഒരു സ്റ്റോറി ബേസ്ഡ് ആണ് ഈ പാറ അവിടെ ഉള്ളത്. ഒരു ഭീമൻ കഴുകനെ പോലുള്ള പക്ഷിയാണ് ഈ ജഡായു എന്ന് പറയുന്നത്. രാവണന്റെ പിടിയിൽ നിന്ന് സീതയെ രക്ഷിക്കാൻ ശ്രമം നടത്തുകയാണ് ഈ ജഡായു എന്ന് പറയുന്ന പക്ഷി. അപ്പൊ രാവണന്റെ വാളെടുത്തിട്ട് വീശുമ്പോൾ ജഡായുവിന്റെ ചിറക് ഒടിഞ്ഞു പോവാണ്. അപ്പൊ അതങ്ങനെ വീഴുന്നത് ഒരു പാറന്റെ മുകളിലാണ്. ആ പാറ ആണ് ഈ ജഡായു പാറ എന്ന് പേര് വന്നത്. അങ്ങനെയാണ് ഇവിടേക്ക് പേര് വരുന്നത്. ഈ ജഡായു പാറയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുണ്ട്. ഈ കൊല്ലം ജില്ലയിൽ കാണാൻ പറ്റിയ ഇനിയൊരു അടിപൊളി ഹിസ്റ്റോറിക്കൽ സ്പോട്ടും കൂടിയാണിത്. ഈ ജഡായു പാറന്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. പക്ഷെ അവിടെ അങ്ങനെ ആരും കയറ്റാറില്ല. അതിൻ്റെ പെട്ട ആൾക്കാരനെ ഒഴിച്ച് വരാനും കയറ്റലില്ല. ഞാൻ പോയ ടൈമിൽ അങ്ങനെയായിരുന്നു. ഇപ്പോ അതെങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അതും നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോയി. ആദ്യമായിട്ടാണ് ബീച്ചിൽ ഇത്രയോളം തിരക്കാണ്. എന്തോരം തിരക്കായിരുന്നു, ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു. അതുമാത്രമല്ലാതെ കുറേ കുട്ടികൾ പട്ടം വീശി കളിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പട്ടങ്ങളായിട്ടുണ്ടായിരുന്നു. അതിലൊരു കുട്ടീൻ്റെ അടുത്ത് പട്ടം വാങ്ങിച്ച് ഞാനും കുറെ കളിച്ചു. ഒന്നും എനിക്ക് അറിയില്ലെങ്കിലും എങ്ങനെയൊക്കെ ഒപ്പിച്ചു. അവസാനം ആ പട്ടം ഒന്ന് ഒട്ടിച്ചു വിട്ടു. ഈ ബീച്ച് കുറച്ച് ടെറർ ബീച്ചാണ്. എന്താ അറിയോ, നല്ല തിരമാല ഉണ്ടാവും. ആ തിരമാല അടിക്കുന്ന ആ ഭാഗത്തുള്ള മണ്ണ് എപ്പോ വേണമെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് ഇടിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉള്ള ഒരു ബീച്ചും കൂടിയാണത്. അങ്ങനെ ഞങ്ങള് കുറച്ചേരം ബീച്ചൊക്കെ ആസ്വദിച്ച് കളിച്ച് ചിരിച്ചൊക്കെ ഇരുന്ന്. അപ്പോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.